ഹരിയാനയിൽ ആര്യൻ മിശ്ര എന്ന 20കാരൻ വെടിയേറ്റ് മരിച്ചത് കഴിഞ്ഞ ദിവസമാണ്. പശുക്കടത്തുകാരനാണെന്ന് തെറ്റിദ്ധരിച്ചു കൊന്നുവെന്ന് ആദ്യം പറഞ്ഞു. രണ്ടാമത്തെ മൊഴിയായിരുന്നു കൂടുതൽ ഗുരുതരം. മുസ്ലിം ആണെന്ന് തെറ്റിദ്ധരിച്ചു എന്നാണ് പറയുന്നത്. മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും തോക്കുമായി 30 കിലോമീറ്ററൊക്കെ പിന്തുടർന്ന് ചെന്ന് വെടിവെച്ചു കൊല്ലാൻ കഴിയുന്ന നിയമപരിപാലന സംവിധാനമാണോ രാജ്യത്തുള്ളത്? പ്രതിഷേധം ശക്തമായപ്പോഴാണ് 5 പ്രതികളെയും പിടിച്ചത്. പിടിയിലായ അനിൽ കൗശിക് ലിവ് ഫോർ നേഷൻ എന്ന സംഘടനയുടെ സ്ഥാപകനാണ്. നെറ്റിയിൽ ചന്ദന സിന്ദൂര തിലകവും കുതിരവാൽ മുടിയും ഉണ്ട്. വാഹനത്തിലും സ്ഥാപനത്തിലും ഉയർത്തുന്നതും പാറിക്കുന്നതും കാവിക്കൊടിയാണ്. ആരാണ് അനിൽ കൗശിക് കുമാർക്ക് ഇങ്ങനെ ഓടാനുള്ള ഇന്ധനം നൽകുന്നത്? സ്പോട്ട്ലൈറ്റിലേക്ക് സ്വാഗതം. ഹരിയാന സർക്കാരിന്റെ പശുരക്ഷാ പദ്ധതിയാണ് ഗൗ സേവ ആയോഗ്. ഈ പദ്ധതിക്കായി 2022-23 നീക്കിവച്ചിരുന്നത് 45 കോടി രൂപയായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം അഥവാ 2023-24 ചെലവഴിച്ചത് 456 കോടി രൂപ. ഒറ്റ വർഷം കൊണ്ട് 10 മടങ്ങ്. ഗോശാലകൾ നവീകരിക്കാനും പശുക്കളെ സംരക്ഷിക്കാനുമുള്ളതാണ് പദ്ധതി. ഇങ്ങനെ നീക്കിവെക്കുന്ന പണമാണ് അനിൽ കൗശിക് കുമാരുടെ അക്കൗണ്ടിലേക്കും എത്തുന്നത്. ഓടയിൽ വീഴുകയും കുളത്തിൽ വീഴുകയും ചെയ്യുന്ന പശുക്കളെ രക്ഷിക്കുന്ന വീഡിയോ പിടിച്ച് പകൽ ഫേസ്ബുക്കിൽ ഇടും. രാത്രിയിൽ പശുക്കളുമായി പോകുന്ന ലോറികൾ പിന്തുടർന്നും പിടിച്ചെടുക്കും. കച്ചവടം നടത്തിക്കൊണ്ടുപോകുന്നതാണെങ്കിലും ഹരിയാനയിലെ നിയമം അനുസരിച്ച് പശുവിനെ പിടിച്ചെടുക്കാം. കൊല്ലുന്നതിനൊപ്പം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതും നിരോധിച്ചിരിക്കുകയാണ്. അങ്ങനെ കൊണ്ടുപോകുന്ന പശുക്കളെ പിടിച്ചെടുത്ത് സംരക്ഷിക്കുന്നതിനും കിട്ടും പണം. അനിൽ കൗശിക്കിന്റെ സംഘടന തന്നെ നോക്കുക. പേര് ലിവ് ഫോർ നേഷൻ. ആകെ അനിൽ കൗശിക്കും 4 അനുയായികളുമേ ഉള്ളൂ. ഇവരാണ് ഹരിയാനയുടെ ഒരു പ്രദേശം മുഴുവൻ അടക്കി ഭരിക്കുന്നത്. രാജ്യത്തിന് വേണ്ടി ജീവിക്കുക എന്നാണ് പേരെങ്കിലും ചെയ്യുന്നതും പശു സംരക്ഷണം മാത്രമാണ്. ആര്യൻ മിശ്ര മാതാപിതാക്കൾക്കൊപ്പം വാടക കെട്ടിടത്തിൽ താമസിക്കുന്നയാളാണ്. മൊബൈൽ ഫോൺ അറ്റകുറ്റപ്പണിക്കൊപ്പം പഠനവും നടത്തുന്നു. വീട്ടുടമയുടെ വാഹനവുമായി രാത്രി മടങ്ങുമ്പോഴാണ് അനിൽ കൗശിക്കും സംഘവും പിന്തുടരുന്നതും വെടിവെച്ചു കൊല്ലുന്നതും. വാഹനത്തിൽ പശുവാണ് എന്ന് കരുതിയാണ് വെടിവെച്ചത് എന്നാണ് മൊഴി. പിന്നെ ഡ്രൈവർ മുസ്ലിം ആണെന്നും കരുതിയെന്നും. ആര്യൻ ഓടിച്ചിരുന്ന തരം ചുവന്ന SUV-യിൽ എങ്ങനെയാണ് പശുവിനെ കൊണ്ടുപോവുക എന്ന ചോദ്യമൊന്നും ആരും ഉയർത്തിയില്ല. ആര്യന്റെ മരണത്തിന് പിന്നാലെ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള അതിഥി തൊഴിലാളി സമീർ മാലിക് ഹരിയാനയിൽ കൊല്ലപ്പെട്ടു. അത് പശുക്കടത്തിനല്ല, കഴിച്ച മാംസം ബീഫാണെന്ന് കരുതി തച്ചു കൊന്നതാണ്. പശുക്കളെ തീറ്റാൻ പോയ 2 പേരെ അടിച്ചു കൊന്നതും ഹരിയാനയിൽ തന്നെ. പിടിയിലായത് ബജ്രംഗ് ദൾ പ്രവർത്തകനായ മനേസർ ആണ്. മുഹമ്മദ് അഖ്ലാഖും ജുനൈദ് ഖാനുമൊക്കെ തച്ചു കൊല്ലപ്പെട്ടപ്പോൾ രാജ്യമെങ്ങും പ്രതിഷേധമുയർന്നു. ഇപ്പോൾ ഈ മരണങ്ങൾ സ്വാഭാവികമായതെന്തോ സംഭവിക്കുന്നത് പോലെ തള്ളിക്കളയുകയാണ്. കൊല്ലപ്പെട്ടത് ആര്യൻ മിശ്ര ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും ചർച്ചയായത്. പിന്നെ കൊല നടത്തിയ രീതിയും പിന്തുടർന്ന് വെടിവെച്ചു കൊല്ലുന്നതൊക്കെ അമേരിക്കയിലെ രീതിയായിരുന്നു ഇതുവരെ. പശു സംരക്ഷകരുടെ കയ്യിൽ തോക്കെത്തുന്നത് എവിടെ നിന്നാണെന്ന് പോലീസിനും ഇന്റലിജൻസ് സംവിധാനങ്ങൾക്കും അറിയില്ല എന്നാണ് സർക്കാർ പറയുന്നത്. രാജ്യത്തെ പശുക്കളുടെ 2% ഹരിയാനയിൽ ഉള്ളത്. കഴിഞ്ഞ വർഷത്തെ പാൽ ഉൽപാദനം 116.29 ലക്ഷം ടൺ. രാജ്യത്തെ പാൽ ഉൽപാദനത്തിന്റെ 5% ഈ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പശുക്കളെ വിനിമയം ചെയ്യപ്പെടേണ്ട സംസ്ഥാനമാണ് ഹരിയാന. ഈ ഉൽപാദന പ്രക്രിയ വളരാനുള്ള ഏക മാർഗം പശുക്കളെ മാറ്റിവാങ്ങുകയും ഒഴിവാക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ഇത്രയേറെ പാൽ ഉൽപ്പാദിപ്പിച്ചിട്ടും സാമ്പത്തികമായി ഒരു മേൽഗതിയും ഉള്ളവരല്ല ഹരിയാനയിലെ കർഷകർ. അതിനു കാരണം ഒരു പശുക്കുട്ടിയെ കിട്ടിയാൽ ചാവും വരെ അതിനെ പോറ്റാൻ ബാധ്യസ്ഥരാണ് എന്ന നിയമമാണ്. കാർഷിക ഗവേഷണ കേന്ദ്രം നടത്തിയ പരിശോധനയിൽ ഹരിയാനയിൽ 1 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിച്ചാൽ പരമാവധി ലാഭം ₹1.82. 1 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ചെലവ് ₹40.35.
ദിവസം 10 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിച്ചാൽ പോലും ലാഭം ഏറിയാൽ 30 അല്ലെങ്കിൽ 40 രൂപ എന്നതാണ് സ്ഥിതി. പോരാത്തതിന് ഉൽപാദനം ഇല്ലാത്ത കാലത്തും ഇവയെ വളർത്തുകയും വേണം. ഗോക്കളെ രക്ഷിക്കാൻ തോക്കേന്തി അനിൽ കൗശികുമാരുണ്ട്. പക്ഷേ ആര്യന്മാരെയും കർഷകരെയും ആരു രക്ഷിക്കും എന്നതാണ് ഹരിയാന ഉയർത്തുന്ന ചോദ്യം. സ്പോട്ട്ലൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി. നമസ്കാരം.